വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ക്യൂബ്സ് ആണ്. അപ്പോൾ ഒരു ക്യൂബിന് ആദ്യം പറയുന്നത് ഒരു ക്യൂബിന് സിക്സ് ഫേസസും പിന്നെ 8 വെർട്ടീസസും പിന്നെ 12 എഡ്ജസ് ആണ് ഉള്ളത്. ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. ഇനി നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പെയിൻറ്റഡ് ക്യൂബ് കട്ടിങ്ങിൻ്റെ ആണിത്. Given a cube of side 4 cm, opposite faces of the cube are painted green, red and black, each different color. The cube is cut into smaller cubes of side 1 cm each. Answer the following questions based on the above statement. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ക്യൂബ്സ് വിച്ച് ആർ അൺകളേർഡ് ഓൺ ഓൾ ദ ഫേസസ്. എല്ലാ ഫേസസും അൺകളേർഡ് ആയിട്ടുള്ളത് എത്ര ക്യൂബുകളുണ്ട്? ഇത് കണ്ടെത്താനായിട്ട് ഉള്ള ഒരു ഫോർമുലയാണ്. അൺകളേർഡ് ഫേസസിൻ്റെ എത്ര ഫേസസ് അൺകളേർഡ് ആയിട്ടുള്ള ഫേസുകൾ കണ്ടെത്താനുള്ളതാണ് ഫോർമുലയാണ് n-2 ക്യൂബ്. ഇതാണ് അതിൻ്റെ ഫോർമുല. n എന്ന് പറയുന്നത് സൈഡാണ്. n = സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്. സൈഡ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 4 സെൻറ്റിമീറ്ററിൽ നിന്ന് 4 - 2 ആണ്. അത് 2 കിട്ടി. 2 ക്യൂബ് 8. ക്യൂബ് = 8 സൈഡ്സ് ആണ് ഇതിൻ്റെ ആൻസർ. രണ്ടാമത്തെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ക്യൂബ്സ് പെയിൻറ്റഡ് ഓൺ സിംഗിൾ സൈഡ്. ഒരു സൈഡിൽ എത്ര പെയിൻറ്റഡ് ചെയ്തിട്ടുള്ള ക്യൂബുകൾ എത്ര എണ്ണം ഉണ്ട്? ഒരു സൈഡിൽ പെയിൻറ്റഡ് ചെയ്തതിന് സിംഗിൾ സൈഡിന് കണ്ടെത്താനുള്ള ഫോർമുലയാണ് സിംഗിൾ സൈഡ് = 6 × n-2 സ്ക്വയർ. 6. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 6 × n എന്ന് പറയുന്നത് 4 ആണല്ലോ. അപ്പോൾ 4ൽ നിന്ന് 2 കുറച്ച് 2 സ്ക്വയർ. 6 × 2 സ്ക്വയർ എത്രയാണ്? 24 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ക്യൂബ്സ് പെയിൻറ്റഡ് ഓൺ 2 സൈഡ്സ്. 2 സൈഡുകൾ പെയിൻറ്റഡ് ചെയ്തിട്ടുള്ള ക്യൂബ്സ് എത്ര ഉണ്ട്? 2 സൈഡ്സിൻ്റെ ഉള്ള ഫോർമുലയാണ് n-2 × 12. അപ്പോൾ 4 × 12 അത് 24 തന്നെയാണ് ഇതിൻ്റെയും ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ക്യൂബ്സ് പെയിൻറ്റഡ് ഓൺ 3 സൈഡ്സ്. 3 സൈഡ്സിനുള്ളത് = 8 ആണ്. അത് ഏത് സംഖ്യയാണെങ്കിലും 3 സൈഡ്സ് 8 തന്നെയാണ് വരിക. അത് എപ്പോഴും അങ്ങനെ തന്നെ, മാറില്ല 8. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ക്യൂബ്സ് പെയിൻറ്റഡ് ഓൺ 4 സൈഡ്സ്. 4 സൈഡ്സ് പെയിൻറ്റ് ചെയ്തത് = 0. ഇതും മാറില്ല, 4 സൈഡ്സ് 0 തന്നെയാവുക. ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം. ഇങ്ങനത്തെ പ്രോബ്ലം NMMSനും USSനും ഒക്കെ വരുന്ന, NMMS PSCക്കൊക്കെ വരുന്നതാണ്. NMMSന് എന്തായാലും ഇത് വരും. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഫോർമുലകളാണിത്. ഈ ഫോർമുലകൾ പഠിച്ചാൽ ഈ പ്രോബ്ലം എന്തായാലും കിട്ടും. ഇനി ഇതുവരെ പറഞ്ഞ ഫോർമുലകളൊക്കെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്മോളർ ക്യൂബ്സ് കണ്ടെത്താൻ n ക്യൂബാണ് കാണേണ്ടത്. n എന്ന് പറയുന്നത് സൈഡാണ്. അപ്പോൾ 4 സൈഡ് ആണെങ്കിൽ 4 ക്യൂബ്സ്, അതായത് 64 ആണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് പെയിൻറ്റഡ് ഓൺ 3 സൈഡ്സ്. 3 സൈഡ്സ് പെയിൻറ്റഡ് ചെയ്ത ക്യൂബുകളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടെത്താൻ 8 തന്നെയായിരിക്കും. അത് മാറില്ല, ഏത് നമ്പർ വന്നാലും 8 തന്നെ. ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് പെയിൻറ്റഡ് ഓൺ 2 സൈഡ്സ്. 2 സൈഡുകൾ എത്ര പെയിൻറ്റഡ് ചെയ്ത ക്യൂബ്സ് എത്ര ഉണ്ടെന്നുള്ളത് n-2 × 12. എന്ന് പറയുന്ന സൈഡ്, അപ്പോൾ 4 - 2 × 12 ആണ് വരുന്നത്. സൈഡുകൾ അതിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ 6 ആണെങ്കിൽ 6 - 2 × 12 അങ്ങനെ വരുന്നു. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് പെയിൻറ്റഡ് ഓൺ സിംഗിൾ സൈഡ്. ഒറ്റ വശത്ത് എത്ര ക്യൂബ് പെയിൻറ്റഡ് ചെയ്ത ക്യൂബ്സ് ഉണ്ട് എന്നുള്ളത് 6 × n-2 പിന്നെ സ്ക്വയർ. n-2 സ്ക്വയർ. ക്യൂബ്സ് പെയിൻറ്റഡ് ഓൺ
നോ സൈഡ്സ്, ഒറ്റ സൈഡിലും പെയിൻറ്റ് ചെയ്യാത്ത ക്യൂബ്സിന് n-2 ക്യൂബ്. n-2 ക്യൂബ്. നമ്പർ ഓഫ് ക്യൂബ്സ് പെയിൻറ്റഡ് ഓൺ ഓൾ 4 സൈഡ്സ്, 4 വശങ്ങളിലും പെയിൻറ്റ് ചെയ്ത ക്യൂബുകളുടെ എണ്ണം 0 ആയിരിക്കും, അതും മാറില്ല. ഇതൊക്കെയാണ് ഈ പെയിൻറ്റഡ് ക്യൂബ് കട്ടിങ്ങിലുള്ള പ്രധാന പോയിന്റുകൾ. ഇത് പഠിച്ചാൽ കിട്ടും, ഈ കണക്കുകളൊക്കെ കിട്ടും. ഇനിയും ഇതുപോലുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.